എന്തുവാടാ ഇവിടെ നടക്കുന്നേ? ഇവന്മാരുടെ ബഹളവും കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിയത് നമ്മുടെ മിതു വരുന്നുണ്ട് ചായത്തോണിയിൽ ചായ കുടിക്കാൻ. അങ്ങനെ ചായത്തോണിയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരാഗ്രഹം, എന്നാൽ പിന്നെ പോയി ഒരു അൽഫാം കഴിച്ചാലോ എന്ന്. അവൾ വരുമ്പോഴെല്ലാം എനിക്കൊരു മിഠായി കൊണ്ടുവരും കേട്ടോ. ഞാൻ പക്ഷേ മറക്കും, ഞാൻ ഓർക്കാറില്ല. നിങ്ങളെ തേടി വരുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ഉണ്ടെങ്കിൽ ഭാഗ്യമാണ്, കൈവിടരുത്. അങ്ങനെ ഞങ്ങൾ അതീവ സുന്ദരിയായ പർദീസയിലേക്ക് പോയി. നല്ല കായലിൻ്റെ വന്യതയിൽ സൗന്ദര്യം ആസ്വദിച്ച്, ചെടിയും പൂക്ക് ഇഷ്ടമായത് ഞാൻ അവിടെ നിന്ന് ഒരു പൂവിൻ്റെ പിക്ക് എടുത്തിട്ടുണ്ട്. പർദീസ അത്യാവശ്യം കാണാനൊക്കെ ഒരു രസമുള്ള, കണ്ണിന് ഇമ്പം കിട്ടുന്ന, ഒരു ചെറിയ കാറ്റൊക്കെ അടിച്ച് നമുക്കൊരു എന്താ ഒരു 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 വൈബ് പിടിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു പ്രകൃതിയോട് ഇണങ്ങിയിരുന്ന് കഴിക്കാമെന്ന് പറയാം. അതുകൊണ്ടാണ് നിനക്ക് ഞാൻ അങ്ങനെ ഞങ്ങളുടെ അൽഫാം വന്നു. ചെസ്റ്റ് പീസ് എൻ്റെ ലവ് നീ ആലോചിക്കണം. അവൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാറില്ല. അങ്ങനെ പർദീസയിലിരുന്ന് കത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മിഥുവിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ എന്നറിഞ്ഞു. അപ്പോൾ അവൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആ സുന്ദരമായ വൈകുന്നേരത്തെ അവസാനിപ്പിച്ചിട്ട് അവളെ മലനടക്കി പാക്ക് ചെയ്ത് അയച്ചു. അവൾ എന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് വരുന്നത്. കുറച്ച് അപവാദമൊക്കെ പ്രചരിക്കുന്നുണ്ട് അവളുടെ വീട്ടിൽ, പക്ഷെ അത് ഞങ്ങൾ മൈൻഡ് ചെയ്യണില്ല. ഞങ്ങളുടെ സൗഹൃദം ഇങ്ങനെ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും. ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്തൊരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. നമ്മളെ തേടി വരുന്ന ഒരു സുഹൃത്ത്, അതൊരു ഭാഗ്യമാണ്. വിട്ട് കളയാതെ കാത്തു സൂക്ഷിക്കുക.